So we'd like to hear a few words from him. അതിനായിട്ട് രഞ്ജു അച്ഛനെ വിളിക്കുന്നു for a few words. എല്ലാവർക്കും നമസ്കാരം. എൽജോച്ചൻ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ വാക്ക്. ഇന്നലെ ഒരു പ്രസംഗം കഴിഞ്ഞു, ഇന്ന് പള്ളിയിലൊരു പ്രസംഗം കഴിഞ്ഞു. ഇപ്പോൾ ഒരു മൂന്നാമതൊരു പ്രസംഗത്തിന് നിങ്ങൾക്കും എന്താ പറയുക, അത് കേട്ടിരിക്കാനുള്ള ശക്തിയില്ല, എനിക്ക് പറയാനുള്ള ആരോഗ്യമില്ല. നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളുടെ കലാപരിപാടികളും അവരുടെ പ്രോഗ്രാംസിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സുബിൻ പറഞ്ഞതുപോലെ 8 വർഷം മുമ്പ് ഈ ദേവാലയത്തിൽ ഞാൻ വന്നത് ഓർക്കുകയാണ്. അതിനുശേഷം 8 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇന്ന് ഈ 2026 നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം. അന്ന് 2018 നിന്ന് വളരെ വളരെ ഒത്തിരി ബഹുദൂരം ഈ ദേവാലയം വളർച്ച പ്രാപിക്കാൻ തക്കവണ്ണം ഈ ദേവാലയത്തിന് സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലും കൃപയുമായിട്ട് ഞാൻ കരുതുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുമക്കളുള്ള ഇടവകളിലൊന്നൊക്കെയാണ് ഈ ഫ്രാങ്ക്ഫർട്ട് ദേവാലയം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മ്യൂണിക്കാണ്. ഞാൻ പോകുന്ന മറ്റുള്ള ദേവാലയങ്ങളിലൊക്കെയും എല്ലാം സാധാ പഠിക്കാൻ വരുന്ന കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞ കുഞ്ഞുമക്കളുള്ള ഒരു ഇടവക എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഫ്രാങ്ക്ഫർട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മൾ ഇതുപോലെ നടത്തുന്ന പള്ളിയും പ്രോഗ്രാമുകളൊക്കെയാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുമെന്നൊക്കെ വേണം അവർക്ക് ഇടയാകുന്നത്. നമുക്കറിയാം, നാട്ടിലെ പോലെ എല്ലാ സൺഡേയും പള്ളിയിൽ പോകാനോ സൺഡേ സ്കൂളിൽ പോകാനോ ഒന്നും ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് ഈ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെയും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എത്ര പണം കൊടുത്താലും, എത്ര സമ്പത്ത് കൊടുത്താലും, എത്ര വീട് കൊടുത്താലും, വണ്ടി വാങ്ങിച്ചു കൊടുത്താലും, ഈ ലോകത്തുള്ള എല്ലാം കൊടുത്താലും ദൈവത്തെ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി തീരുമെന്നൊക്കെ വേണം അത് ഇടയായി തീരും. അതുകൊണ്ട് കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നതിനും അപ്പുറത്തേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുമെന്നൊക്കെ വേണം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന വാക്കുകളെ ചുരുക്കുകയാണ്. ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിൽ എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം ഒഫീഷ്യലായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രഞ്ജു അച്ഛനായിട്ട് പള്ളിയുടെ വക we have a small token of appreciation for coming all the way here, for being here and for making your presence known to us. So thank you so much.